ഈ കാണുന്നത് അവഞ്ചേഴ്സിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന 2 സാമ്പിൾ പാരഗ്രാഫ്സ് ആണ്. ഇവിടെ കാണുന്നത് ഹൊറിസോണ്ടൽ റൂളറും ഇവിടെ കാണുന്നത് വെർട്ടിക്കൽ റൂളറുമാണ്. ഈ ഹൊറിസോണ്ടൽ റൂളറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ഷേപ്സ് കാണാൻ പറ്റും. ഒന്നാമത്തെ ഷേപ്പ് ഡൗൺവേർഡ് പെന്റഗൺ, രണ്ടാമത്തെ ഷേപ്പ് അപ്വേർഡ് പെന്റഗൺ, മൂന്നാമത്തത് ഒരു സ്മാൾ റെക്ടാങ്കുലർ ഷേപ്പ്, നാലാമത് റൈറ്റ് സൈഡിൽ വീണ്ടും ഒരു അപ്വേർഡ് പെന്റഗൺ ഷേപ്പ് ഉണ്ട്. ആദ്യം പറഞ്ഞ ഡൗൺവേർഡ് പെന്റഗൺ ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ലൈൻ ഇൻഡന്റ്. ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടി ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എവിടെയെങ്കിലും മൗസ് പോയിന്റർ വെക്കുക. വെച്ചതിന് ശേഷം ഈ ഫസ്റ്റ് ലൈൻ ഇൻഡന്റിൽ മൗസ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് റൈറ്റിലോട്ട് മൂവ് ചെയ്യുക. കണ്ടില്ലേ, ഈ ഫസ്റ്റ് പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈൻ മാത്രം റൈറ്റിലോട്ട് മൂവ് ചെയ്യും. അതാണ് ഫസ്റ്റ് ലൈൻ ഇൻഡന്റിന്റെ യൂസ്. പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈൻ മാത്രം നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ലൈൻ ഇൻഡന്റ്. ഫസ്റ്റ് ലൈൻ ഇൻഡന്റിന്റെ തൊട്ട് താഴെയുള്ള അപ്വേർഡ് പെന്റഗൺ ആണ് ഹാങ്ങിങ് ലൈൻ ഇൻഡന്റ്. ഹാങ്ങിങ് ലൈൻ ഇൻഡന്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മൗസ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് റൈറ്റിലോട്ട് മൂവ് ചെയ്താൽ ഏത് പാരഗ്രാഫ് ആണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ആ പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈൻ ഒഴിച്ച് ബാക്കി എല്ലാ ലൈനും റൈറ്റിലോട്ട് മൂവ് ചെയ്യും. ഇത് നമ്മൾ ഹാങ്ങിങ് ലൈൻ ഇൻഡന്റിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റിലോട്ട് മൂവ് ചെയ്താൽ ആ പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈൻ ഒഴികെ ബാക്കി എല്ലാം റൈറ്റിലോട്ട് മൂവ് ചെയ്യും. നെക്സ്റ്റ് ഹാങ്ങിങ് ലൈൻ ഇൻഡന്റിന്റെ തൊട്ട് താഴെയുള്ള റെക്ടാങ്കുലർ സിമ്പൽ, ഇതിനെ വിളിക്കുന്ന പേരാണ് ലെഫ്റ്റ് ഇൻഡന്റ്. അവിടെ നമ്മൾ മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്ത് റൈറ്റിലോട്ട് മൂവ് ചെയ്താൽ ഫസ്റ്റ് പാരഗ്രാഫ് മുഴുവൻ റൈറ്റിലോട്ട് മൂവ് ചെയ്യും. റൈറ്റ് സൈഡിൽ വീണ്ടും ഒരു അപ്വേർഡ് പെന്റഗൺ ഉണ്ട്. അതാണ് റൈറ്റ് ഇൻഡന്റ്. റൈറ്റ് ഇൻഡന്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്താൽ ഏത് പാരഗ്രാഫ് ആണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ പാരഗ്രാഫ് മുഴുവൻ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. ഇനി നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലാണ് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ സെക്കൻഡ് പാരഗ്രാഫിൽ എവിടെയെങ്കിലും മൗസ് പോയിന്റർ പ്ലേസ് ചെയ്തിട്ട് ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് സെക്കൻഡ് പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈൻ മാത്രം റൈറ്റിലോട്ട് മൂവ് ചെയ്യും. ഈ രണ്ടാമത്തെ ഹാങ്ങിങ് ലൈൻ ഇൻഡന്റ് അത് ക്ലിക്ക് ചെയ്ത് റൈറ്റിലോട്ട് മൂവ് ചെയ്താൽ ഫസ്റ്റ് ലൈൻ ഒഴികെ ബാക്കിയെല്ലാം റൈറ്റിലോട്ട് മൂവ് ചെയ്യും. താഴെയുള്ള ലെഫ്റ്റ് ഇൻഡന്റ് അത് പ്രസ് ചെയ്ത് റൈറ്റിലോട്ട് മൂവ് ചെയ്താൽ പാരഗ്രാഫിലെ എല്ലാ ലൈനും റൈറ്റിലോട്ട് മൂവ് ചെയ്യും. ഇനിയുള്ളത് ഇവിടെയുള്ള റൈറ്റ് ഇൻഡന്റ് അത് ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്താൽ സെക്കൻഡ് പാരഗ്രാഫിലെ എല്ലാ ലൈനും ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. ഇനി നമുക്ക് ബുള്ളറ്റ് ലിസ്റ്റും അതിന്റെ സബ് ലെവൽസും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി കുറെ അവഞ്ചേഴ്സ് ക്യാരക്ടേഴ്സിനെ ടൈപ്പ് ചെയ്യുകയാണ്. ഇവിടെ ഫസ്റ്റ് അവഞ്ചേഴ്സ് ടൈപ്പ് ചെയ്യാണ്. അവഞ്ചേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ബുള്ളറ്റ് ലിസ്റ്റ് ആക്കാൻ പോവാണ്. ബുള്ളറ്റിന്റെ സിമ്പിൾ വന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകണമെങ്കിൽ എന്റർ പ്രസ് ചെയ്ത് ടാബ് പ്രസ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് ലെവലിലോട്ട് വരും. ഞാനിവിടെ ഫസ്റ്റ് അയൺമാൻ ടൈപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് എന്റർ പ്രസ് ചെയ്യുക. എന്റർ പ്രസ് ചെയ്യുമ്പം തൊട്ട് സെയിം മുകളിൽ ഏത് ലെവലാണോ കാണുന്നത് ആ ലെവലിന്റെ സെയിം ലെവലിൽ തന്നെ എന്റർ പ്രസ് ചെയ്താൽ താഴോട്ട് വന്നുകൊണ്ടിരിക്കും. അയൺമാൻ കഴിഞ്ഞ അടുത്തത് ക്യാപ്റ്റൻ അമേരിക്ക. നെക്സ്റ്റ് എന്റർ പ്രസ് ചെയ്യുക. തോർ
Enter Hulk, enter Spider-Man, enter Black Panther. നമ്മൾ ഓരോ നെയിം കഴിഞ്ഞ് നെക്സ്റ്റ് നെയിം അടിക്കുന്നതിന് മുന്നേ എൻ്റർ പ്രസ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബുള്ളറ്റിന്റെ സിമ്പല് താഴെ വരും. ഇനി നമുക്ക് ഒരു ക്യാരക്ടറിന്റെ നെയിം ടൈപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ബുള്ളറ്റിന്റെ സിമ്പൽ വേണ്ട എങ്കിൽ, എക്സാമ്പിൾ നമുക്ക് അയൺമാനിന്റെ തൊട്ട് താഴെ താനോസിനെ ആഡ് ചെയ്യണം. പക്ഷെ നമുക്ക് ഈ പ്രാവശ്യം ബുള്ളറ്റിന്റെ സിമ്പൽ വേണ്ട. അതിനുവേണ്ടി അയൺമാന്റെ ലാസ്റ്റ് കർസർ കൊണ്ടുവരിക, എൻ്റർ. നമ്മൾ സാധാരണ ബുള്ളറ്റിന്റെ സിമ്പൽ വരാൻ വേണ്ടി എൻ്റർ പ്രസ് ചെയ്യും. എന്നാൽ നമുക്ക് ഈ കേസിൽ ബുള്ളറ്റിന് സിമ്പിൾ വേണ്ട. അതിന് ഷിഫ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് എൻ്റർ. ബുള്ളറ്റിന്റെ സിമ്പിൾ ഇല്ല. താനോസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡോക്ടർ സ്ട്രേഞ്ച് ആഡ് ചെയ്യണം. എന്നാൽ ഈ പ്രാവശ്യം നമുക്ക് ബുള്ളറ്റിന്റെ സിമ്പിൾ വേണം. അതിന് എൻ്റർ പ്രസ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി സിമ്പിൾ വരും. ഡോക്ടർ സ്ട്രേഞ്ച്. ഞാൻ ഈ ഡോക്ടർ സ്ട്രേഞ്ചും താനോസും ഡിലീറ്റ് ചെയ്യാണ്. നമ്മൾ നേരത്തെ ബുള്ളറ്റ് സിമ്പിൾ വേണ്ട എങ്കിൽ നമ്മൾ പറഞ്ഞു ഷിഫ്റ്റ് എൻ്റർ പ്രസ് ചെയ്താൽ മതി, ബുള്ളറ്റ് സിമ്പിൾ വരില്ല. ഇനി ബുള്ളറ്റ് സിമ്പിൾ വേണ്ട എങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എൻ്റർ പ്രസ് ചെയ്ത ശേഷം ബുള്ളറ്റ് സിമ്പിൾ വരും. ബാക്ക് സ്പേസ് അടിച്ചാൽ ബുള്ളറ്റ് സിമ്പിൾ പോകും. അത് നമ്മൾ താനോസ് ആഡ് ചെയ്തു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇനി നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ, നേരത്തെ കേസിൽ നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ ബുള്ളറ്റിന് സിമ്പിൾ വരുമായിരുന്നു. ഇപ്പൊ നമ്മൾ എൻ്റർ അടിച്ചാൽ ബുള്ളറ്റ് സിമ്പിൾ വരില്ല. അയൺമാന് താഴെ താനോസ് ടൈപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ബുള്ളറ്റിന്റെ സിമ്പിൾ വേണ്ട എങ്കിൽ ഷിഫ്റ്റ് എൻ്റർ പ്രസ് ചെയ്താൽ താനോസ് ടൈപ്പ് ചെയ്യുക. ബുള്ളറ്റിന്റെ സിമ്പിൾ വരില്ല. പക്ഷെ താനോസ് കഴിഞ്ഞിട്ട് ഡോക്ടർ സ്ട്രേഞ്ച് നമ്മൾ ആഡ് ചെയ്യുന്നതിന് മുന്നേ എൻ്റർ അടിച്ചാൽ ഓട്ടോമാറ്റിക്കലി ബുള്ളറ്റിന്റെ സിമ്പിൾ വരും. പക്ഷെ നമ്മൾ അയൺമാന് ശേഷം താനോസ് അടിക്കുന്നതിന് മുന്നേ ബാക്ക് സ്പേസ് അടിച്ചാൽ താനോസിന് ബുള്ളറ്റ് സിമ്പിൾ കാണില്ല. പക്ഷേ താനോസ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ നേരത്തെ ബാക്ക് സ്പേസ് അടിച്ചത് കൊണ്ട് ഡോക്ടർ സ്ട്രേഞ്ചിനും ബുള്ളറ്റിന് സിമ്പിൾ കാണില്ല. അപ്പൊ നമുക്ക് അയൺമാന് ശേഷം ഷിഫ്റ്റ് എൻ്റർ അടിച്ച് താനോസ് അടിച്ചതിന് ശേഷം അടുത്തത് ഡോക്ടർ സ്ട്രേഞ്ച് ടൈപ്പ് ചെയ്യുമ്പം ബുള്ളറ്റിന്റെ സിമ്പിൾ ഓട്ടോമാറ്റിക്കലി വരും. ഞാനത് വീണ്ടും ഡോക്ടർ സ്ട്രേഞ്ചും താനോസും ഡിലീറ്റ് ചെയ്യാണ്. അയൺമാന് ശേഷം എൻ്റർ അടിച്ചു താനോസ്, എൻ്റർ അടിച്ചു ഡോക്ടർ സ്ട്രേഞ്ച്. ഇനി നമുക്ക് മൾട്ടി ലെവൽസ്, നമുക്ക് 9 മൾട്ടി ലെവൽസ് വരെ പോകാൻ പറ്റും. നമ്മൾ ഓരോന്ന് കാണിച്ചു തരാം. അയൺമാന് ശേഷം എൻ്റർ അടിച്ച് ടാബ് പ്രസ് ചെയ്താൽ നെക്സ്റ്റ് ലെവലിലോട്ട് പോകും. ഇവിടെ ടോണി സ്റ്റാർക്ക്. നെക്സ്റ്റ് എൻ്റർ അടിക്കുക, ടാബ് പ്രസ് ചെയ്യുക, നെക്സ്റ്റ് ലെവൽ വന്നു. ആർക്ക് റിയാക്ടർ. നെക്സ്റ്റ് എൻ്റർ അടിച്ചു, ടാബ് പ്രസ് ചെയ്തു, നെക്സ്റ്റ് ലെവൽ വന്നു. അയൺമാൻ സൂട്ട്. നെക്സ്റ്റ് എൻ്റർ അടിച്ചു, ടാബ് പ്രസ് ചെയ്തു, ജാർവിസ്. നെക്സ്റ്റ് എൻ്റർ, ടാബ്. സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ്, എൻ്റർ, ടാബ്. അവഞ്ചേഴ്സ് ടവർ, എൻ്റർ, ടാബ്. ഇതാണ് ഫൈനൽ ലെവൽ. ഇതിന് ശേഷം നമ്മൾ എൻ്റർ അടിച്ച് ടാബ് അടിച്ചാൽ നെക്സ്റ്റ് ലെവലിലോട്ട് പോവില്ല. ഈ ഫൈനൽ ലെവലിന്റെ സെയിം ലെവലിൽ തന്നെ തൊട്ട് താഴെ ബുള്ളറ്റ് പോയിന്റ് വരും. നോക്കാം, എൻ്റർ, ടാബ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലെവൽ. നമുക്ക് 9 ലെവൽസ് വരെ പോകാം. ഇതാണ് ഒന്നാമത്തെ ലെവലിൽ അവഞ്ചേഴ്സ്, 2 അയൺമാൻ, 3 ടോണി സ്റ്റാർക്ക്, 4 ആർക്ക് റിയാക്ടർ, 5 അയൺമാൻ സ്യൂട്ട്, 6 ജാർവിസ്,
7 സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ്, 8 അവഞ്ചേഴ്സ് ടവർ, 9 ഫൈനൽ ലെവൽ. ഇനി നമ്മൾ ഓരോ തവണ എൻ്റർ പ്രസ് ചെയ്യുമ്പോഴും ഓരോ ലെവൽ ബാക്ക്വേർഡ് പോയിക്കൊണ്ടിരിക്കുക. എൻ്റർ അടിച്ചു, അവഞ്ചേഴ്സ് ടവറിന്റെ ലെവലിൽ വന്നു. നെക്സ്റ്റ് എൻ്റർ അടിച്ചാൽ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ ലെവൽ, നെക്സ്റ്റ് ജാർവിസിന്റെ ലെവൽ, നെക്സ്റ്റ് അയൺമാൻ സ്യൂട്ടിന്റെ ലെവൽ,